ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് ഡേ ആട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഗ്രോസറീസും അതുപോലെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മേടിക്കാണ്ട് രാവിലെ തന്നെ പ്ലാനിങ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, കുറേ എണ്ണം ഞാൻ മറന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ മേടിക്കണത് വേറെ ആയിരിക്കും, ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചത് വേറെ ആയിരിക്കും. അപ്പം നമ്മളിതാ രാവിലത്തെ റൊട്ടീനൊക്കെ കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച്, അതുപോലെ വേറെ കുറച്ച് ഗ്രോസറീസ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. വേറെ ഒന്നല്ല, നമ്മളെ ക്രാഫ്റ്റ് ഷോപ്പ്. അതുപോലെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അതിനെ കുറച്ച് ഫ്രെയിമും പിന്നെ നമ്മൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മേടിച്ചിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങി. പിന്നെ നമ്മളൊരു കഫേയിലൊക്കെ കയറി. പിന്നെ എൻ്റെ കസിൻ്റെ ബർത്ത്ഡേൻ്റെ കുറച്ച് ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് റിട്ടേൺ ആയി. വീട്ടിലെത്തി. ഞാൻ എന്താ മേടിച്ചതെന്ന് കാണിച്ചു തരട്ടെ. 2 ഫ്രെയിം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഒരു സ്റ്റിക്കർ ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മിനി ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മിനി ബുക്ക് ഒന്നല്ല, കുറച്ചും കൂടി വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി പേജസ് ഒക്കെ വരുന്നത്. എന്താണോ അങ്ങനത്തെ ബുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മേടിക്കാൻ വേണ്ടി തോന്നും. പക്ഷെ അത്ര റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. പൊതുവെ ഈ ക്യൂട്ട്നെസ്സിനേക്കാൾ ഇഷ്ടം വിൻറ്റേജ് ടച്ച് വരുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വിൻറ്റേജ് സ്റ്റിക്കർ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റിക്കേഴ്സ് ആട്ടോ. കിലോ 100 എന്തോ റേറ്റ് വരുന്നത്. പക്ഷെ നല്ല കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വിൻറ്റേജ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് വേഗം എടുത്തത്. പിന്നെ നമ്മൾ അവിടെ ആ ഷോപ്പിൽ തന്നെ കുറേ ജേണൽ കിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പൊതുവെ ജേണൽ കിറ്റൊക്കെ ഓൺലൈനിലാണല്ലോ, ഇപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആട്ടോ. പക്ഷെ ഇത് എനിക്ക് വേണ്ടി മേടിച്ചതല്ല, എൻ്റെ കസിൻക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ വീഡിയോക്ക് വേണ്ടി ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. പിന്നെ ഈ ഒരു പെന്നും മേടിച്ചിരുന്നു. പിന്നെ 2 ബ്രൗൺ ഷീറ്റ് മേടിച്ചിരുന്നു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴൊക്കെ മനസ്സിലായത് ഭയങ്കര ഒരു ബ്ലറായ പോലെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉച്ചൻ്റെ ടൈമിലാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണെങ്കിൽ നല്ല സൂര്യൻ്റെ കുത്തലുണ്ടാവുമല്ലോ, അത് നന്നായിട്ട് വീഡിയോനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതാ ഒരു മങ്ങിയ പോലെ ഉണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആയിട്ട് ഒരു ഈവനിങ്ങിൻ്റെ വാം ലൈറ്റ് ഉണ്ടല്ലോ, ആ ടൈമിലാട്ടോ നമ്മൾ പിന്നെയുള്ള ഫ്രെയിം സെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 2 ഫ്രെയിം നമുക്ക് സെറ്റ് ആക്കാണ്ടായിരുന്നു. പിറ്റത്തെ ദിവസത്തിന് തന്നെ കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ലേറ്റ് ആക്കിയിട്ടില്ല, അത് വേഗം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് 2 വേഗം തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഫ്രെയിമിൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വേറൊരു പേപ്പർ വെക്കാറുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഫോട്ടോ വേഗം കേട് വരാണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അത് ചെയ്യണത് നല്ലതാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് കുറച്ചല്ല ഒരു ജേണലെങ്കിലും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. സ്റ്റിക്കർ ബുക്ക് യൂസ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ ചെയ്യണത്. പക്ഷെ നമ്മൾ ഈ ഫ്രെയിമിന് വേണ്ടി പ്രിൻ്റ് എടുത്തപ്പോൾ വേറൊരു സ്റ്റിക്കർ പ്രിൻറ്റും കൂടെ എടുത്തിരുന്നു. അതിൽ നല്ല രസമുള്ളൊരു സ്റ്റിക്കർ കണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഇന്നൊരു ജേണൽ ചെയ്യാൻ വിചാരിച്ച്. ഈ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒറ്റൊരു പ്രശ്നം പറയാം, നമ്മൾ ഫുള്ള് ഇങ്ങനെ വെട്ടി കൂട്ടി എടുത്ത് വെക്കണം. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വെറുതെ പീൽ ചെയ്ത് കളയാനൊന്നും പറ്റൂല. അപ്പം നമുക്ക് ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ, നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ട് അത് ആലോചിക്കുമ്പോൾ അത് നല്ലതാ തോന്നും. എൻ്റെ അടുത്തുള്ള കൂടുതൽ സ്റ്റിക്കറും അങ്ങനെയുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ആക്കി നോക്കുക. പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ക്യാൻവയിൽ കൊണ്ടുപോയിട്ട് A3 സെറ്റ് ചെയ്ത് വെക്കുക, പ്രിൻ്റ് എടുക്കുക, അത്ര പണിയുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമ്മളെ മിനി ബുക്കിലൊരു മിനി ജേണലിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഞാൻ കുറേ ആയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വരുന്നത്. ഒരു കോഫിയും കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്. ഇഷ്ടമായ ലൈക്ക് മറക്കണ്ട.